ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ആഫ്രിക്കൻ മല്ലു ക്യാമ്പർ. അതെ, ആഫ്രിക്കൻ മല്ലു ക്യാമ്പറിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ വിചാരിക്കും ഞാനെന്താ വിമാനം ഓടിക്കുകയാണെന്ന്. അതെ ഗൈസ്, ശരിക്കും നമ്മളൊരു എയ്റോപ്ലെയിനിലാണ് ഇരിക്കുന്നത്. ഇത് എയ്റോപ്ലെയിൻ പറക്കുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പറക്കത്തില്ല, പക്ഷേ ഇത് ശരിക്കും റിയൽ എയ്റോപ്ലെയിൻ ആട്ടാ. അപ്പം അതിൻ്റെ ഒരു കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടിട്ട് വാ. അപ്പോഴേക്കും ഞാൻ ഇതിൽ നിന്നൊന്ന് ഇറങ്ങട്ടെ. ഞാനിവിടെ എത്തിയ കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടിട്ട് വാ. ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ പൈലറ്റ് ഇരിക്കുന്ന കോക്ക്പിറ്റ്. അപ്പോൾ പൈലറ്റ് ഇരിക്കുന്ന കോക്ക്പിറ്റിൻ്റെ ഉള്ളിലെ കാഴ്ചകളാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇതെല്ലാം റിയൽ ഫ്ലൈറ്റ് തന്നെയാട്ടോ. ഇത് എല്ലാം എന്നല്ല, ഇത് കാണിക്കുന്ന എല്ലാം റിയൽ ഫ്ലൈറ്റിലെ കാഴ്ചകളാണ്. ഫ്ലൈറ്റ് പറന്നിട്ടുണ്ടോ? പറന്നിട്ടില്ല ഗൈസ്. ഇപ്പോഴും ഇതിൻ്റെ മുകളിൽ തന്നെയാണ്. ഇതാണ് കാഴ്ച. ഇവിടെയൊക്കെ അതേ കുറച്ച് പൊടിയൊക്കെ പിടിച്ചിരിക്കുന്നുണ്ട്, കാരണം നമ്മളൊരു സ്ഥലത്ത് വന്നിരിക്കുവാണ്. അപ്പം ചാനൽ അതേട്ടാ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കൂ, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, എല്ലാ പരിപാടിയും ചെയ്തോട്ടാ. അപ്പം വെൽക്കം ബാക്ക്. ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇതിൽ കൂടെ വരുമ്പോഴേ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു പാർക്കുണ്ട്, കുട്ടികൾക്ക് കളിക്കുന്ന ഒരു ചിൽഡ്രൻസ് പാർക്കുണ്ട്. ബക്സ് പാർക്ക് എന്ന പേര്. അതിനോട് ചേർന്ന് തന്നെ കിടക്കുന്ന ഇതാണ് ഈ മ്യൂസിയം കേട്ടോ. അപ്പോൾ നമ്മൾ സാധാരണ GPS വെച്ച് വരുമ്പം ആ പാർക്കിൻ്റെ ഉള്ളിലേക്കാണ് പോകുന്നത്. എനിവേ അതിൻ്റെ തൊട്ട് സൈഡിൽ തന്നെയാണ് ഈ ഓട്ടോ മ്യൂസിയം വരുന്നത് കേട്ടോ. അപ്പോൾ ഈ ഓട്ടോ മ്യൂസിയത്തിൻ്റെ ഫ്രണ്ടിൽ തന്നെ അത് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതിലെഴുതി വെച്ചിരിക്കുന്ന സ്പെല്ലിങ് നിങ്ങൾ നോക്കണ്ട. അത് ശരിക്കും വൈൻലാൻഡ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ വൈൻലാൻഡ് ഓട്ടോ മ്യൂസിയം ആണ്. വിസിറ്റേഴ്സിന് 100 rand അഡൾട്ട്സിന് പേയ്മെൻറ്റ് വരുന്നത് കേട്ടോ. അതേപോലെ തന്നെ ചിൽഡ്രൻസിന് ഇത് കണ്ടോ, ചിൽഡ്രൻസ് അണ്ടർ 12 years ആണെങ്കിൽ R50, അതായത് 100 rand എന്ന് പറയുമ്പം ഏകദേശം 500 rand ആണ് അഡൾട്ട്സിന്, 250 rand 12 വയസ്സിന് താഴെ ഉള്ളവർക്ക് കേട്ടോ. അപ്പം ഇതിൽ ഉള്ള ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇതിലുള്ള കാറുകൾ ക്ലാസിക് കാർസ് ഉണ്ട്, ട്രക്സ് ഉണ്ട്, മിലിറ്ററി, ഫോട്ടോഗ്രാഫി സെക്ഷൻ ആൻഡ് ഫാഷൻ സ്കൂൾസ്. അപ്പം ഇതാണ് ഈ പാർക്ക് കേട്ടോ. പാർക്കല്ല, മ്യൂസിയം, ഓട്ടോ മ്യൂസിയം. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഒരു കാറ് നോക്കിയാൽ നിങ്ങൾ ഒരെണ്ണം നേരെ തല കുത്തി വെച്ചേക്കും കേട്ടോ. നല്ല അടിപൊളിയായിട്ടില്ലേ, ഒരു വിൻറ്റേജ് ലുക്കാണ്. അപ്പോൾ ഇത് മ്യൂസിയം എന്ന് വിചാരിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും പുതിയ കാറുകളാണ്. നമുക്കൊക്കെ കാഴ്ചകളൊക്കെ ഉള്ളിൽ കയറിയിട്ട് നമുക്ക് കാണാം. എന്തായാലും ഗേറ്റ് ക്ലോസ്ഡ് ആണ്. നമുക്കൊന്ന് നോക്കാം. ടു എൻ്റർ പ്രസ് ബട്ടൺ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒന്ന് കയറിയിട്ട് ബാക്കി കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം കേട്ടോ. നമ്മളപ്പം ഇതാണ് റിസപ്ഷൻ. അപ്പോൾ റിസപ്ഷനിൽ നിന്ന് നമ്മൾ ഇറങ്ങി വന്നു. ഞാൻ റിസപ്ഷനിലൊക്കെ നിന്നിട്ട് പോകുന്ന വീഡിയോ ഒക്കെ എടുത്തായിരുന്നു, പക്ഷെ അത് പ്ലേ ആയില്ല, അല്ലെങ്കിൽ ഇതിൽ ക്യാപ്ചർ ആയില്ല, എന്തോ ടെക്നിക്കൽ ഇഷ്യൂ കാരണം. അപ്പം ഇതാണ് ലെസ് ബുഷോഫ് എന്ന് പറഞ്ഞ ആൾ കേട്ടോ. ഇതാണ് ഈ പ്ലേസ് ഓൺ ചെയ്യുന്നത്. പുള്ളിക്കാരനെ പരിചയപ്പെട്ടു. പുള്ളിക്കാരൻ നല്ല കമ്പനി ആയിരുന്നു. പുള്ളിക്കാരൻ പല കാര്യങ്ങളും ഞങ്ങളെ എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. അപ്പം ഇവിടേക്ക് നോക്കുമ്പോൾ നിങ്ങൾ നോക്കിക്കേ, ഈ ഒരു ഏരിയ കണ്ടോ നിങ്ങൾ, ഞാനൊന്ന് കാണിച്ചു തരാവേ. ഈ ഒരു ഏരിയ നോക്കിയേ, ഇതിലിഷ്ടം പോലെ കാറുകളുണ്ട്. അപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതൊരു ഗ്യാരേജാണ്, അതായത് ആളുടെ ഗ്യാരേജ് ആയിരുന്നു, ആണ് ഇപ്പോഴും. അപ്പം ഇതിൽ പല രീതിയിൽ പുള്ളി സാധനങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് കണ്ടോ, ഓഫീസ്, ടോയ്ലറ്റ്സും അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ BP ഗ്യാരേജിൻ്റെ ഒരു ചെറിയൊരു സെറ്റപ്പാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. പണ്ട് കാലത്ത് നമ്മൾ പെട്രോളെല്ലാം അടിച്ചുകൊണ്ടിരുന്നില്ലേ, അതിൻ്റെ ഒരു മാതൃകയാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ഇത് കണ്ടോ, ഇത് ചിലപ്പം ടെക്സാക്കോ എന്ന് പറയുന്നത് പെട്രോൾ പമ്പിൻ്റെ പേരായിരിക്കാം, അറിയില്ല എനിക്ക്. പണ്ട് കാലത്തെ ഒരു സെറ്റപ്പാണ് വെച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ഇവിടെ ഡീൻസ്, കാൾടെക്സ് ഡീൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ ഡീസലായിരിക്കാം, എനിക്കറിയില്ല. അറിയുന്നവർ കമൻറ്റ് ചെയ്യും കേട്ടോ. അപ്പം ഇവിടുത്തെ ഫുഡ് സർവീസ് ഡീൻസ് എന്നും പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം അതാണ് ഈ സാധനം കേട്ടോ. അതും ഒരു പഴയ ഒരു തുരുമ്പ് പിടിച്ചൊരു സെറ്റപ്പിലാണ് ഇരിക്കുന്നത്. അതേപോലെ തന്നെ പുള്ളിയുടെ ഗ്യാരേജ്, ഈ ഗ്യാരേജിൻ്റെ ഉള്ളിൽ പല രീതിയിലുള്ള കാറുകളുണ്ട്. പുള്ളിക്കാരൻ വന്ന് ഞങ്ങളെ പരിചയപ്പെട്ടായിരുന്നു, ഞങ്ങൾക്ക് ഷെയ്ക്കാനൊക്കെ തന്ന് നല്ല രീതിയിൽ പരിചയപ്പെട്ടായിരുന്നു. മാമീനെയൊക്കെ കുറച്ച് നേരം കളിപ്പിച്ചായിരുന്നു, കുറേ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഞാൻ അതിൻ്റെ വീഡിയോ എല്ലാം എടുത്തിരുന്നു. അല്ലേടി മീനും, നമ്മൾ വീഡിയോ എടുത്തില്ലേടി? അത് സംഭവം കണ്ടോ? വീഡിയോ പോയി. എൻ്റെ കാലിൻ്റെ കണ്ടത് നമ്മുടെ പ്യൂമയുടെ ചിഹ്നം, പ്യൂമയുടെ സൈനില്ലേ, അത് വരുന്നുണ്ട്. അപ്പോൾ ആൾ ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നു കേട്ടോ. ഇത് പുള്ളിക്കാരൻ ഇത് തുടങ്ങാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഫിലിമിങ്, ടെലിവിഷൻ, അതായിരുന്നു പുള്ളിയുടെ പരിപാടി. അപ്പോൾ അതിനു വേണ്ടിയാണ് പുള്ളി തുടങ്ങിയത്. പുള്ളിക്കാരന് ഇവിടെ ഏകദേശം എത്രയടി കളക്ഷൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ
മുന്നൂറോളം കളക്ഷൻസ് ഉണ്ടെന്നാണ് പറഞ്ഞത് അല്ലേ. പുള്ളിക്കാരൻ അതേപോലെ തന്നെ ഇതിൻ്റെ ഇതെല്ലാം പണിയുന്നുണ്ടെന്നും പറഞ്ഞു, വണ്ടികളെല്ലാം പണിയുന്നുണ്ടെന്നും പറഞ്ഞു. അതേപോലെ ഇതിൽ ഇഷ്ടം പോലെ കളക്ഷൻസ് ഉണ്ട്. എയ്റോപ്ലെയിൻ, ഹെലികോപ്റ്റർ എന്ന് വേണ്ട പല രീതിയിലുള്ള വിൻറ്റേജ്, ക്ലാസിക്കൽ മുതൽ സ്പോർട്സി ലുക്കുള്ള കാറുകൾ വരെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ പുള്ളിക്കാരനെ പരിചയപ്പെടുന്ന പുള്ളിക്കാരൻ നമ്മളോടൊരു ഇൻട്രോ പറഞ്ഞതും എല്ലാ രീതിയിലുള്ള വീഡിയോ ഉണ്ടായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി ആ വീഡിയോ ക്യാപ്ചർ ആയില്ല, അത് എന്താണെന്ന് എനിക്കറിയത്തില്ല. അപ്പം ആ വീഡിയോ പോയി. എന്തായാലും ഇവിടേക്ക് കയറി വരുമ്പോഴത്തേക്ക് ഇതിങ്ങനെയാണ് സെറ്റപ്പ്. അപ്പം ഇത് വൈൻബർഗ് അല്ല കേട്ടോ, വൈൻലാൻഡ്സ് ഓട്ടോ മ്യൂസിയം എന്നാണ് ഇതിൻ്റെ പേര് കേട്ടോ. അപ്പം കാറുകൾ ഇടാൻ പോലും സ്ഥലമില്ലാത്ത രീതിയിലാണ് കാറുകൾ ഇട്ടേക്കുന്നത്. ഒരു കാറ് പ്രേമിയാണ് അല്ലെങ്കിൽ ഒരു കാറ് ഭ്രാന്തം കയറി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്ക് എൻജോയ് ചെയ്യാവുന്ന ഒരു എല്ലാ സെറ്റപ്പും ഉണ്ട്. ഇതിൻ്റെ ഓഡ്ജിൻ്റെ ഒരു വണ്ടി കിടക്കുന്നുണ്ടോ, ഇത് നോക്കി, വാവ്, ഒരു പ്രത്യേക സെറ്റപ്പ് വണ്ടികളെ അട്ടിപ്പൻ സാധനം കേട്ടോ. അതേ ഇവിടെ ഒരു വേറൊരു രീതിയിലുള്ളൊരു വണ്ടി കിടക്കുന്നുണ്ട്. ഓസ്റ്റിൻ്റെ വണ്ടിയാണത്. ഓസ്റ്റിൻ എന്നുള്ളത് വായിക്കാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടി, അതാണ് പറ്റിപ്പോയത്. ഓസ്റ്റിൻ്റെ വണ്ടിയാണിത്, പഴയ മോഡല് ഒരു വണ്ടി. ദേ ഇവിടെ ഒരു സാധനം കിടക്കുന്നുണ്ടോ നിങ്ങൾ, എക്സ്റ്റാർഡ് എന്താ പാനിൽ ക്ലൂപ്പേഴ്സോ, ഇതെന്താടി, ഇതന്നെ ജെറ്റ് കേട്ടോ. ഇത് ജെറ്റിൻ്റെ സ്ക്രാപ്പ്, പുള്ളി ചില്ലറക്കാരനല്ലല്ലോ, ഇത് ജെറ്റാന്ന് എനിക്ക് തോന്നുന്നത് അല്ലേ. ഇത് ജെറ്റാടി. അയ്യോ ഇത് കണ്ടോ, എന്തുട്ടോ സാധനം നോക്കി, കണ്ടോ, അടിപൊളി സാധനം. ഒരു യമണ്ടൻ ജെറ്റാണോ കാറാണോ? അയ്യോ വാമിക്കെന്തോ സോറി കേട്ടോ, വാമി അവിടെ ആ മണ്ണിക്കൂടെ നടന്നിട്ടേ ചെറുതായിട്ടൊന്ന് വീണു, അതുകൊണ്ട് വാമി അറിഞ്ഞുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് പോയത്. അപ്പം ഇത് കണ്ടോ, ഇത് ശരിക്കും ഇത് എന്താണെന്നുള്ളതൊരു പിടി കിട്ടുന്നില്ല കേട്ടോ എനിക്ക്. സത്യത്തിൽ ഇത് ജെറ്റ് തന്നെയാണോ അതോ ഇത് കണ്ടിട്ടൊരു വിമാനത്തിൻ്റെ ഒരു മാതൃക തന്നെയാണ് ഇരിക്കുന്നത്. ഇത് ചോദിക്കാമെന്ന് വെച്ചാൽ പുള്ളിക്കാരൻ വിമാനമല്ലേ, വിമാനത്തിൻ്റെ ഒരു മാതൃക തന്നെയാട്ടോ ഇരിക്കുന്നത്. കണ്ടോ ബാക്കിലൊക്കെ കണ്ടോ, ചിറകെല്ലാം കണ്ടോ. അപ്പം ഇതൊരു ആ ഒരു ജെറ്റിൻ്റെ ഒരു മോഡൽ തന്നെ ഇരിക്കുന്നത്. ആ പുള്ളിക്കാരനാണെങ്കിൽ കയറി പോയി, ഇല്ലെങ്കിൽ എനിക്ക് ആളോട് ചോദിക്കായിരുന്നു. അപ്പം ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ കയറി വരുമ്പോഴേ ഇത് ഇവിടെ കുറേ ടയറുകളെല്ലാം വെച്ചിട്ടുണ്ട്, ബോട്ട് വരെ ഉണ്ട് കണ്ടോ. ഇതാണ് പുള്ളിക്കാരൻ്റെ വീടിൻ്റെ പുറകുവശമാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. അപ്പം ഇതിലേക്ക് കയറണമെങ്കിലേ നമ്മൾ സത്യത്തിൽ നമ്മൾ മാപ്പ് വെച്ചിട്ട് ഇവിടേക്ക് വരുമ്പം ഇതിൻ്റെ തൊട്ടടുത്ത് ബക്സ് ചിൽഡ്രൻസ് പാർക്ക് ഉണ്ട്. അപ്പം അവിടുത്തെ ആ പാർക്കിലെ ഗൂഗിൾ അഡ്രസ്സാണ് വരുന്നത്. അപ്പം അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഇത് കിടക്കുന്നത്. ഇതിൻ്റെ ഉള്ളിലേക്ക് കയറണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 100 റാൻഡാണ് അഡൾട്ട്സിന് ചാർജ് ചെയ്യുന്നത്. ചിൽഡ്രൻസ് അണ്ടർ 12 ഇയേഴ്സ് ആണെങ്കിൽ 50 റാൻഡും. ഇതിൻ്റെ ഉള്ളിൽ ഒരാൾക്ക് ഇരിക്കാനുള്ള ഒരു സ്പേസ് ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുന്നത് മിക്കതും ഈ ഗ്ലാസ്, ഈ സാധനം പൊക്കിയിട്ടായിരിക്കും ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുന്നത്. എനിവേ ഇതിൻ്റെ പേര് എക്സ്റ്റാർഡ് എന്നാണ്, RD3651A. അത് അതിൻ്റെ സീരിയൽ നമ്പർ വല്ലതായിരിക്കാം. എന്തായാലും ഇവിടെ വേറൊരു കാറ് കിടക്കുന്നുണ്ടോ, വാലിയൻ്റ് എന്ന് പറഞ്ഞിട്ട്. എന്തിട്ടാ സാധനം അല്ലേ, ഒരു പ്രത്യേക സെറ്റപ്പ് കിട്ടാ. അടുത്ത നമ്മുടെ ഷെവർലെറ്റിൻ്റെ വണ്ടി. ഷെവർലെറ്റിൻ്റെയൊക്കെ വിൻറ്റേജ് വണ്ടികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ വേറെ ലെവലല്ലേ. ഇതൊക്കെ നമ്മുടെ കല്യാണങ്ങൾക്കോ പാർട്ടിക്കോ പരിപാടികൾക്കൊക്കെ ഇത് ഹയർ ചെയ്ത് പോകാൻ പറ്റുമെന്ന് പറഞ്ഞത്. ഹയർ ചെയ്ത് പോകാൻ പറ്റുന്ന കളക്ഷൻസ് പുള്ളിയിടയിലുണ്ട്. അപ്പം അതൊക്കെ വെച്ച് കളക്ട് ചെയ്ത് പോവുകയാണെങ്കിൽ പ്രത്യേക ഒരു സെറ്റപ്പായിരിക്കും അല്ലേ. ഇത് വേറെ ഷെവർലെറ്റിൻ്റെ ഒരു വണ്ടി. വാ എന്തുട്ടാ ലെവലല്ലേ. പുള്ളിക്കാരൻ പറഞ്ഞു ഇതിലേ അപ്പുറത്ത് കൂടെ ഇറങ്ങി പോകാമെന്ന് പറഞ്ഞു. പക്ഷേ ഇത് കണ്ടിട്ട് ഇത് പുള്ളിയുടെ ഒരു മെക്കാനിക്കൽ ഗ്യാരേജാണ്. അവിടെ ഒരു സ്ക്രാപ്പ് എല്ലാം കൊണ്ടുവന്നിട്ട് ലിഫ്റ്റിങ്ങും ഇതെല്ലാം ചെയ്യുന്ന പരിപാടികളാട്ടോ. പുള്ളി ഇതിൻ്റെ ഉള്ളിലേക്ക് പോയി. ഇപ്പോൾ പുള്ളീനെ നോക്കിയിട്ട് കാണുന്നില്ല. പിന്നെ അത് ഇവിടെ ഒരു MIT ഇരിക്കുന്നുണ്ട്, നമ്മുടെ പണ്ടത്തെ ഒരു MIT മോഡലിൽ ഒരു സാധനം കേട്ടോ. അതേപോലെ തന്നെ പുള്ളിക്കാരൻ പറഞ്ഞത് ഈ വഴിക്ക് കയറിയിട്ട് ഇതിലേ അങ്ങ് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുറത്തിറങ്ങി പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഇതിലേ ഒന്ന് പുറത്തിറങ്ങി പോയി നോക്കാം. നമ്മുടെ വണ്ടിയുടെ ലോഗോ ഉണ്ടോ, ലാൻഡ് റോവറേ. എന്താ അല്ലേ, ലാൻഡ് റോവറൊക്കെ നമ്മുടെ സെറ്റപ്പ് തന്നെയാണ്. നമുക്കിതിൽ തന്നെ പോവാം. ഇതിൻ്റെ ഉള്ളിൽ കയറി വരുമ്പം ഒത്തിരി കാറുകൾ വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ മ്യൂസിക് പ്ലേ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ചിലപ്പോൾ കോപ്പിറൈറ്റ് അടിക്കുമെന്നറിയില്ല. എനിവേ ഞാൻ എന്തായാലും ഇതും കാണിക്കാം. എന്തായാലും ഇവിടേക്ക് അതൊക്കെ ഇത് ആക്റ്റീവ് വർക്ക്ഷോപ്പാണോ അറിയത്തില്ല. എന്തായാലും ഇതിൻ്റെ ഉള്ളിൽ കുറേ കാറുകളെല്ലാം കിടക്കുന്നുണ്ട് കേട്ടോ. പുള്ളി പണിതുകൊണ്ടേ ഇരിക്കുകയെന്ന് പറഞ്ഞത്.
അപ്പം പുള്ളിക്ക് ഇപ്പം തന്നെ എത്ര വയസ്സായല്ലേ, 80 വയസ്സിൻ്റെ അടുത്തുണ്ടാകും. പുള്ളി ഇപ്പോഴും പണിയോണ്ടേ ഇരിക്കുകയെന്ന് പറഞ്ഞത്. ഇതേ ഇവിടെയൊക്കെ പുള്ളിയുടെ ഐറ്റംസ് എല്ലാം വെച്ചിട്ടുണ്ട്. പുള്ളിക്ക് സഹായത്തിന് ആരെങ്കിലും ഉണ്ടാവോ അറിയത്തില്ല. ഒരു വണ്ടിപ്രാന്തൻ ഉണ്ടല്ലോ, അതാണ് ആ പുള്ളി കേട്ടോ. വണ്ടിപ്രാന്തൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്യായ വണ്ടിപ്രാന്തൻ. ഒരാളുടെ വീടും സ്ഥലമാണ് ഈ കാണുന്നത്. പുള്ളിക്കാരനെ പോലെ വണ്ടിപ്രാന്തരൊക്കെ കണ്ടുപിടിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തല്ലേ. അപ്പോൾ ഇത് വണ്ടിപ്രാന്തന്മാർക്ക് വേണ്ടി ഈ എപ്പിസോഡ് ഞാൻ അങ്ങ് സമർപ്പിക്കുന്നു കേട്ടോ. ഇത് വണ്ടിപ്രാന്തന്മാർക്ക് മാത്രമായിട്ടുള്ള ഒരു എപ്പിസോഡാണ്. അതേപോലെ തന്നെ ഈ വിൻറ്റേജ് കാറുകളെ ഇഷ്ടപ്പെടുന്നവർക്കും ആയിട്ടുള്ള ഒരു എപ്പിസോഡായിട്ട് നിങ്ങൾക്ക് കണക്കാക്കാം. പണ്ട് നമ്മൾ റോങ് ടേൺ സിനിമ കാണുമ്പം കണ്ടിട്ടുണ്ടാകും. റോങ് ടേൺ കണ്ടാക്കുന്നവർക്ക് ഓർമ്മ വരുമായിരിക്കും ഇങ്ങനത്തെ ഒരു വണ്ടി. ഇത് നോക്കിയാൽ നിങ്ങൾ ആ ഒരു സെയിം സെറ്റപ്പ് വണ്ടിയല്ലേ, എൻ്റെ അമ്പോ. ഇത് കണ്ട വണ്ടി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, നല്ല വിൻറ്റേജ് ലുക്കുള്ള വണ്ടികൾ. അപ്പം ഇവിടെ വരുമ്പം ഇത് പുള്ളിയുടെ ഗ്യാരേജ് ഇങ്ങനെ ഫുള്ളായിട്ട് കിടക്കുക. പുള്ളി കാറ് മാത്രം കോൺസെൻട്രേറ്റ്. ഇങ്ങനെ വന്നു കഴിയുമ്പം ഇവിടെ ഒരു റേസിങ് കാറ് കിടക്കുന്നു. അതേപോലെ തന്നെ ചില കൺട്രീസിൻ്റെ ഫ്ലാഗുകളെല്ലാം ഇവിടെ ഹാങ് ചെയ്തിട്ടുണ്ട്. പുള്ളി ഒരു വണ്ടിപ്രാന്തം മാത്രമല്ല, പുള്ളി ഒരു ട്രാവലിംഗ് പ്രാന്തനും കൂടിയാണ്. പുള്ളിക്കാരൻ കുറേ സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇന്ത്യ മാത്രം വിസിറ്റ് ചെയ്തില്ലെന്ന് പറഞ്ഞല്ലേ? ഇന്ത്യ വിസിറ്റ് ചെയ്യാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞല്ലേ? അതെ, ഇന്ത്യ വിസിറ്റ് ചെയ്യാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഇതിലേ നടന്ന് ഇതെല്ലാ കാഴ്ചകളും കണ്ടിട്ട് നമുക്ക് അവിടെ ഒരു സംഭവമുണ്ട്. ആ സംഭവത്തിൽ നിന്നിട്ടല്ലേ നമ്മൾ ഇൻട്രോ പറഞ്ഞത്, നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അതിൻ്റെ ഉള്ളിൽ നിന്നത്. അപ്പോൾ നമുക്ക് അവിടേക്ക് പോകാം. ദൂരെ നിങ്ങൾക്ക് കാണാം എന്താ കിടക്കുന്നതെന്ന്. ഇവിടുന്ന് വരുമ്പം ഇത്തിരി ലേറ്റസ്റ്റ് മോഡൽ കാറുകളാണ്. മെഴ്സിഡസ് ബെൻസിൻ്റെ പല മോഡല്, ക്ലാസിക്കൽ മോഡലുണ്ട് അതിൽ തന്നെ. അതേപോലെ തന്നെ ഇതിൽ ചില കാറുകളുടെ പേര് പോലും എനിക്കറിയില്ല കേട്ടോ. നമ്മുടെ റോൾസ് റോയ്സ് കിടക്കുന്നുണ്ടോ? റോൾസ് റോയ്സിൻ്റെ ഏത് മോഡൽ നമുക്കറിയത്തില്ല. റോൾസ് റോയ്സിൻ്റെ ഒരു കാറാണ് കിടക്കുന്നത്. വിൻറ്റേജ് കാറാണ്. ഇതിൻ്റെ ഉള്ളിൽ നോക്കിക്കഴിയുമ്പം ഡോറൊക്കെ തുറക്കട്ടോ. ഡോറൊക്കെ തുറന്ന് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കി, ഇതാണ് കാറ്. എന്താ അല്ലേ? റോൾസ് റോയ്സിൻ്റെ ഉള്ളിൽ നമുക്ക് കിടന്നിരിക്കാൻ പറ്റുമോ നോക്കട്ടെ. റോൾസ് റോയ്സിൻ്റെ ഉള്ളിലൊന്നും അയ്യോ ഇതുവരെ ഇരുന്നിട്ടില്ലല്ലോ. ഒരു വിൻറ്റേജ് റോൾസ് റോയ്സിൻ്റെ ഉള്ളിലാട്ടോ ഞാൻ ഇരിക്കുന്നത്. എന്താ സെറ്റപ്പ് അല്ലേ? പൊളി സെറ്റപ്പ് അല്ലേ? എടി റോൾസ് റോയ്സിൻ്റെ ഉള്ളിൽ കയറിയിരിക്കണമെങ്കിൽ ഇരുന്നാടാ. ഇവിടെ കയറിയാൻ പറ്റുള്ളൂ അല്ലേ മാമി? മാമിക്ക് കയറണോ? തേക്കായിരിക്കും, തേക്ക് കൊണ്ടല്ലേ റോൾസ് റോയ്സിൻ്റെ ഉള്ളിൽ ഉണ്ടാക്കുന്നത്. ഇത് കണ്ടോ, ഇതിൻ്റെ ഉള്ളിൽ നോക്കുമ്പോൾ നല്ല തണുപ്പുണ്ടല്ലേ? അതെ, നമുക്ക് അങ്ങോട്ട് പെട്ടെന്ന് പോയിട്ട് നമുക്ക് കാഴ്ചകളെല്ലാം കാണാം. അതെ, ഇതിൻ്റെ ഉള്ളിൽ നിൽക്കുമ്പോഴേ ഭയങ്കര തണുപ്പ്. ഇപ്പോൾ വിൻ്റർ ആയതുകൊണ്ട് നല്ല തണുപ്പാട്ടാ. ഇതിൽ കണ്ണെത്താത്ത ദൂരത്തേക്ക് ഇങ്ങനെ സാധനങ്ങൾ കിടക്കുവാണ്. ഇവിടെ നമ്പർ പ്ലേറ്റുകളെല്ലാം വെച്ചിട്ടുണ്ട് മുകളിൽ. ഇതേപോലെ ഇങ്ങനെ പുള്ളി ആ ഗ്യാരേജ് ഇതിന് വേണ്ടി മാത്രം ഉണ്ടാക്കിയിട്ടാക്കുവാണ്. പുള്ളിയുടെ ഫാമിലീനെ ഒന്നും ഇവിടെ കണ്ടില്ല. എനിവേ ഇത് മൺഡേ ടു സൺഡേ ഇത് ഓപ്പൺ ആണ്. 9 to 5 o'clock വരെ ഈ ഗ്യാരേജ് അല്ലെങ്കിൽ ഈ മ്യൂസിയം, ഓട്ടോ മ്യൂസിയം എന്നാണ് ഇതിനെ പറയുന്നത്. അപ്പം ഈ മ്യൂസിയം ഓപ്പൺ ആണ്. ഇതിൽ നടക്കാൻ പോലും വഴി ഇല്ലാത്ത രീതിയിലാണ് കാറുകൾ കൊണ്ടിട്ടാക്കുന്നത്. പുള്ളി ഓരോ അഡ്ജസ്റ്റ്മെൻറ്റിലാണ് ഇട്ടാക്കുന്നത്. ഇത് അപ്പുറത്ത് കൂടെ അടി ഇതിലേ വരാൻ പറ്റും. ഇത് ഫോക്സ് വാഗൻ്റെ ഒരു കോമ്പി ഇവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. ഫോക്സ് വാഗൻ്റെ ഒരു കോമ്പി. ഇത് നോക്കിക്കേ, ഇത് കണ്ട ഫോക്സ് വാഗൻ്റെ കോമ്പി. അത് കണ്ട വിൻറ്റേജ് കോമ്പി എന്നൊക്കെ പറയത്തില്ലേ? നമുക്ക് ഇങ്ങനത്തെ ഒരു കോമ്പി എടുക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. ഇത് ഒരു ട്രാവൽ പ്രേമിയുടെ കോമ്പി തന്നെയാണ്. വാമിക്കുട്ടിക്ക് ഇതിലേ വരാൻ പറ്റുള്ളൂ എന്നും പറഞ്ഞിട്ടാണ് വാശി പിടിക്കുന്നത്. വാമിക്കുട്ടീനെ ഞാനിങ്ങനെ എടുത്തു അല്ലേ വാമിക്കുട്ടി? അല്ലേടി വാമിക്കുട്ടി? സേ ഹലോ. വാമിക്കുട്ടി മൂടില്ല അല്ലാട്ടാ, വാമിക്കുട്ടി മൂഡ് ഓഫിലാണ് അല്ലേ? അല്ലേ? ഇതേതാ കാറ്? ഫോർഡിൻ്റെ മണ്ടൻ കാറ്. റോങ് ടേൺ സിനിമ അല്ലെങ്കിൽ ഇംഗ്ലീഷ് സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ള കാറുകളാണ് ഇങ്ങനത്തെ കാറുകൾ കേട്ടോ. ഇതെല്ലാം ഈ ഷെവർലെറ്റിൻ്റെ ഒക്കെ വലിയ ബക്കി മോഡല് കാറുകളില്ലേ, ആ ഒരു കാറിൻ്റെ കളക്ഷൻസാണ് ഇവിടെ കാണുന്നത്. ഇവിടെ ഇല്ലാത്ത കമ്പനി ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു കമ്പനി ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ഇവിടെ എല്ലാ കമ്പനിയും ഉണ്ട്. ഇത് മസറാട്ടിയുടെ വണ്ടി കിടക്കുന്നുണ്ടോ? ഇത് സൂപ്പർ സാധനം. ഒരു സ്പോർട്സി മോഡല്, പണ്ടത്തെ ഒരു സ്പോർട്സി മോഡല് 2 സീറ്റർ 2 ഡോറ് വണ്ടിയാണ് ഈ കിടക്കുന്നത്. എന്താ അല്ലേ? അതേപോലെ തന്നെ ഇവിടെ ഒരു JMCയുടെ നമ്മുടെ ഇപ്പോഴത്തെ ജിംനിയൊക്കെ ഇല്ലേ, ജിംനിയുടെ ഒരു ഫ്രണ്ട് പോലെ എനിക്ക് തോന്നി പെട്ടെന്ന് കണ്ടപ്പം. ഇതേതാണ് ആ വണ്ടി? ഇതേതാ? പ്ലൈമൗത്ത് എന്ന് പറഞ്ഞ വണ്ടി. ഇതൊന്നും ഞാൻ കേട്ടിട്ട് പോലില്ല കേട്ടോ. ഇത് വേറൊരു ഷേപ്പിലുള്ള വണ്ടി, ഒരു ഫണ്ണി ഷേപ്പിലുള്ള ഒരു വണ്ടിയാണിത്. ഇത് ഇതിൻ്റെ വണ്ടിയാണെന്ന് എനിക്കറിയത്തില്ല. ഇതിൻ്റെ
ഫ്രണ്ട് എഞ്ചിനാന്ന് തോന്നുന്നു. ഇത് ഓക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ബെഡ്ഫോർഡിൻ്റെ വണ്ടിയാണിത്. ഈ ബെഡ്ഫോർഡ് കമ്പനി കേട്ടിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ തന്നെ പല എഞ്ചിനുകളും ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പല വണ്ടികളുടെ എഞ്ചിനുകളും ഇവിടെ നിന്ന് എടുത്ത് മാറ്റി ഇവർ വെച്ചിട്ടുണ്ട്. എനിക്കൊന്ന് സ്ക്രാപ്പായിട്ട് യൂസ് ചെയ്യുന്നതൊക്കെ ആയിരിക്കാം അല്ലേ. ഇതൊക്കെ ഏതാ കാറല്ലേ? റോംബ്ലർ, ഹുഡ്സൺ. കാർ പ്രേമികൾക്കൊക്കെ അറിയായിരിക്കും ഈ പേരുകളെല്ലാം അല്ലേടി. ഹഡ്സൺ ഒന്നാണ് നമുക്ക് കേട്ടിട്ടുണ്ടോ? ഞാൻ കേട്ടിട്ടില്ല. ഇതൊക്കെ എന്ത് വലിയ വണ്ടിയല്ലേ, യമണ്ട വണ്ടി കേട്ടോ. യമണ്ടെന്ന് പറഞ്ഞ ഇതിൻ്റെ സത്യത്തിൽ ഇത് പ്രോപ്പറായിട്ടുള്ള ആ മ്യൂസിയം സെറ്റപ്പിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയായിരുന്നു ഏതൊക്കെയായിരുന്നു ഒക്കെ. പക്ഷെ അതങ്ങനെയൊന്നും എഴുതി വെച്ചിട്ടില്ല, അതുകൊണ്ട് നമുക്കും അറിയത്തില്ല കേട്ടോ. പക്ഷേ ഇങ്ങനെ നോക്കുമ്പോഴേക്ക് ഇവിടെയൊക്കെ സ്ക്രാപ്പാണ് കിടക്കുന്നത്. ഫുൾ സ്ക്രാപ്പ്, പണ്ടത്തെ മോഡലിൻ്റെ ഫുൾ സ്ക്രാപ്പുകളാണ് കിടക്കുന്നത്. ഒരു വെയിലത്ത് എന്നടി വെയിലത്ത് വന്നപ്പോഴേ നല്ല സുഖം. ഇതാ പോകുന്നത് N1 റോഡാട്ടോ. N1 റോഡ് ഏകദേശം കേപ്പ് ടൗണിൽ നിന്ന് ഒരു 30 കിലോമീറ്റർ വന്നു കഴിയുമ്പോഴാണ് ഈ ഓട്ടോ മ്യൂസിയം ഇരിക്കുന്നത്. അപ്പം ഈ N1 കൂടെ പാസ് ചെയ്ത് പോകുമ്പോൾ കാണാൻ പറ്റും നിങ്ങൾക്ക് ഈ ഒരു എയ്റോപ്ലെയിൻ്റെ ഒരു ബോഡി ഇവിടെ ഇരിക്കുന്നത്. അപ്പം പലപ്പോഴും നമ്മൾ ചിന്തിച്ചിട്ടുണ്ട് ഇത് എന്താ സംഭവം എന്ന്. അപ്പം ഇന്നാണ് നമുക്ക് വരാനായിട്ടൊരു അവസരം കിട്ടിയത്. ഇവിടേക്ക് നോക്കുമ്പോൾ നിറച്ച് സ്ക്രാപ്പുകൾ കാണാം, കാറുകളുടെ സ്ക്രാപ്പുകൾ, വിൻറ്റേജ് കാറുകളുടെ തന്നെ. അതേപോലെ തന്നെ ഒരു ഹെലികോപ്റ്ററും ഇവിടെ കിടക്കുന്നുണ്ട്. ഇത് കണ്ടോ, ഒരു യെല്ലോ കളറിലുള്ള ഒരു ഹെലികോപ്റ്റർ കിടക്കുന്നുണ്ട്. ഇവിടെ എന്തൊക്കെ സംഭവം ഉണ്ട്. ഇത് മറ്റേ മുങ്ങിക്കപ്പൽ അങ്ങനത്തെ എന്താ സംഭവമൊക്കെയാണ്. മുങ്ങിക്കപ്പലെങ്ങാണ്ടാണ്, അതിൻ്റെയൊക്കെ സ്ക്രാപ്പാന്ന് തോന്നുന്നു കേട്ടോ. എല്ലാ സ്ക്രാപ്പുകളും ഇതിലുണ്ട്. അപ്പോൾ ഇതിൽ എൻ്റർ അറ്റ് ഓൺ റിസ്ക് എന്നും പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. ഇത് ഇത്തിരി സ്ലിപ്പറിയാണ്, വിൻ്റർ ആയതുകൊണ്ട് മഴയൊക്കെ ഉള്ളതുകൊണ്ട് സ്ലിപ്പറിയാന്ന് പറഞ്ഞു. പക്ഷേ നിങ്ങൾക്ക് അകത്തേക്കൊക്കെ കയറി നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞു. നമുക്ക് എന്തായാലും അകത്ത് കയറാം അല്ലേ, നമ്മുടെ ഇൻട്രോ പറഞ്ഞ സ്ഥലമല്ലേ. അപ്പോൾ മീൻ തന്നെ ആദ്യം വിമാനത്തിൽ കയറട്ടെ. ഇത് ഇത്തിരി സ്ലിപ്പറിയാന്ന് പുള്ളി പറഞ്ഞായിരുന്നു, മഴ പെയ്ത് കിടക്കുന്നതുകൊണ്ട്. പക്ഷേ കുഴപ്പമില്ല, നമ്മൾ സൂക്ഷിച്ച് കയറിയാൽ മതി. അപ്പോൾ സൂക്ഷിച്ച് തന്നെയാണ് നമ്മൾ കയറുന്നത്. അത്ര സ്ലിപ്പറി ഒന്നല്ല. ഇവിടെ ഈ ഒരു മെറ്റീരിയൽ യൂസ് ചെയ്താക്കുന്നതുകൊണ്ടേ വലിയ കുഴപ്പമില്ല കേട്ടോ. വിമാനത്തിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ച നിങ്ങൾ നോക്കി. ഇത് വേറെ ഒന്നല്ല, പ്രൊഫഷണലി ഒരു ഓട്ടോ മ്യൂസിയം ആണോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഓട്ടോ മ്യൂസിയം അല്ല എന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. കാരണം ഇത് ഒത്തിരി സ്ക്രാപ്പുകൾ കിടക്കുന്നുണ്ട്, ഒത്തിരി വിൻറ്റേജ് കാറുകൾ. ഒരു വണ്ടിപ്രാന്തൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിലുള്ള ഒരു അവസ്ഥയൊക്കെ ഉണ്ടാവും. അതാണ് ഈ സംഭവം. ഇത് വിമാനം വരെ കൊണ്ടിട്ടിട്ടുണ്ട്. അപ്പോൾ വിമാനത്തിൻ്റെ ഉള്ളിൽ കയറി കഴിയുമ്പം ഇതാണ് വിമാനത്തിൻ്റെ ഉള്ളിൽ കേട്ടോ. ഞാൻ ഇൻട്രോ പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകുന്നത്. സാധാരണ ഒരു വിമാനം തന്നെ, അത് നല്ല അടിപൊളിയായിട്ട് നീറ്റായിട്ട് ക്ലീനായിട്ട് പുള്ളി കീപ്പ് ചെയ്തിട്ടുണ്ട്. എനിവേ നമ്മളിത് പൈലറ്റ് ഇരിക്കുന്ന സ്ഥലത്തേക്ക് നമുക്ക് ആർക്കും പോകാൻ പറ്റിയിട്ടില്ലല്ലോ. ഞങ്ങളിത് പൈലറ്റ് ഇരിക്കുന്ന സ്ഥലത്തെത്തി, വിമാനം ഓടിക്കുന്ന സ്ഥലത്തെത്തി അല്ലേ. മീനു, നീ ഇന്നേ വരെ കയറിയിട്ടുണ്ടോടി? ഇതിനെന്താ പറയുന്നത് ആ സ്ഥലത്തിനെ? കോക്പിറ്റ്. ഓക്കെ, നമ്മുടെ N1 റോഡ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആ N1 റോഡാണ് അങ്ങോട്ട് പോകുന്നത്. അങ്ങോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേപ്പ് ടൗണും, ഇങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ നേരെ ജോഹന്നാസ്ബർഗും കേട്ടോ. അപ്പം ഇതിൽ നിന്നുള്ള കാഴ്ച നമ്മുടെ പൈലറ്റ് ഇവിടെ ഇരുന്ന് ഓടിക്കുമ്പം കാണുന്ന കാഴ്ചകൾ ഇത്രയൊക്കെയാണ് കാണുക ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പം ഇത്രയേ ഉള്ളൂ കാണുന്ന ഒരു കാഴ്ച. കണ്ടോ, ഇത്രയേ ഉള്ളൂ എന്നല്ല, നിസ്സാരത്തിൽ പറഞ്ഞാൽ കേട്ടോ, വലിയ കാര്യമാണത്. അപ്പം ഇതിൻ്റെ ഉള്ളിൽ മൊത്തം സാധനങ്ങളെല്ലാം ഇങ്ങനെ പോയി കിടക്കുവാണ്. അതുകൊണ്ട് കയ്യും കാലൊക്കെ കൊണ്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാമിനെ കൊണ്ടുവന്നാക്കുന്നോണ്ടേ തുരുമ്പാട്ടാ. അപ്പം നമുക്ക് ഇതിൽ നിന്ന് ഇറങ്ങാം. ഇതിൻ്റെ ഉള്ളിൽ ടോയ്ലറ്റ് സംഭവമൊക്കെ. അപ്പോൾ ഇതൊറ്റ ഒരു സെക്ഷനായ ഒരു ചെറിയൊരു ഫ്ലൈറ്റ് ആട്ടോ ഇത്. ഇത് വലിയൊരു ഫ്ലൈറ്റ് അല്ല ഇത്, കണ്ടോ. അപ്പോൾ ഞങ്ങൾ ആ ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി നേരെ ഈ ഹെലികോപ്റ്ററിൻ്റെ അടുത്ത് എത്തിയിട്ടാ. ഇതിൻ്റെ പുള്ളിയില്ലേ ലെസ്ബോഷോസ് എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ ഓണർ ആളെ സമ്മതിക്കണം കേട്ടോ. 10-80 വയസ്സുണ്ട് പുള്ളിക്ക്. അപ്പോൾ പുള്ളിയുടെ ആ ഒരു പാഷൻ അല്ലെങ്കിൽ പുള്ളിയുടെ ആ ഒരു ഹോബി അത് പുള്ളിയുടെ ഒരു ഇതാക്കി അങ്ങ് എടുത്തു. കാരണം ജീവിതകാലം ഫുള്ള് പുള്ളിക്ക് അത് കണ്ടുകൊണ്ടിരിക്കാനും അതിനെക്കുറിച്ച് പുള്ളിക്ക് അതിനോടുള്ള ഒരു ഇൻട്രസ്റ്റ് പോണില്ല എന്നാണ് നമ്മളെ കാണിച്ചു തരുന്നത്. അപ്പോൾ ഇത് കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ മോട്ടിവേഷൻ ഉണ്ടല്ലോ, നമ്മൾ എന്തിനെക്കുറിച്ചാണോ ഇൻട്രസ്റ്റ് ആ ഒരു ഇൻട്രസ്റ്റ് കളയാതിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് ജീവിതകാലം ഫുള്ള് അത്
അതിനോട് തന്നെ ആയിട്ട് പോവാം. അത് പുള്ളിയുടെ ഒരു ജീവിത മാർഗം തന്നെ പുള്ളി ആക്കിയെടുത്താക്കുവാണ്. ആ ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. നമ്മൾ വിചാരിക്കും ഇത് ഒരു ദിവസം കൊണ്ട് ഉണ്ടായ സംഭവങ്ങളാണെന്ന്. ഇത് ഒരു ദിവസം കൊണ്ടൊന്നും ഉണ്ടായതല്ല കേട്ടോ കൂട്ടുകാരെ. ഇതാണ് ഹെലികോപ്റ്റർ. അപ്പോൾ ഹെലികോപ്റ്ററിൻ്റെ ഉള്ളിൽ നോക്കിയാൽ നിങ്ങൾ കണ്ടോ, ഇതാണ് ഹെലികോപ്റ്റർ. അപ്പം ഹെലികോപ്റ്ററൊക്കെ പുള്ളി എന്ത് സംഭവത്തിന് മേടിച്ചായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഒന്നുമില്ല. അതൊക്കെ ആൾക്കാർക്ക് റിമൂവ് ആയിട്ടായിരിക്കും പുള്ളി മേടിച്ചിരിക്കുന്നത്. അപ്പം ഇത് ഒരു ഹോബി, അതിനോടുള്ളൊരു ഹോബി എന്നൊക്കെ പറയില്ലേ, അപ്പം അതൊക്കെ ആയിരിക്കാം പുള്ളി ഇവിടെ കൊണ്ടിട്ടാക്കുന്നത്. ഇത് നോക്കിയേ, ഇത് കണ്ടോ പണ്ടത്തെ ഹെലികോപ്റ്റർ. ഇവിടെ ഒരു വണ്ടി ഉണ്ടോ ഷെവർലെറ്റിൻ്റെ, നമ്മുടെ പണ്ടത്തെ ലോറി ഒക്കെ പോലെ ഇല്ലേ, ഒരു കാരിയർ വണ്ടിയാണ് ട്രോപ്പിക്കാന. അപ്പോൾ ഇത് ട്രോപ്പിക്കാന എന്തോ സംഭവമൊക്കെ ആയിട്ട് റിലേറ്റഡ് ആണ്. അപ്പം ഇതാണ് ആ വണ്ടി കേട്ടോ. പണ്ടത്തെ ഒരു ബസ്സാട്ടോ ഇത് കണ്ടോ. ഇത് എനിക്ക് തോന്നുന്ന ഫോർഡിൻ്റെ ആണെന്ന് തോന്നുന്നു. അതിൻ്റെ ഒരു ഷേപ്പൊക്കെ കണ്ടിട്ട് ഞാൻ പറഞ്ഞെന്നുള്ളൂ. പക്ഷേ ഷെവർലെറ്റും ഫോർഡും ആണ് കൂടുതൽ കിടക്കുന്ന വണ്ടികൾ കേട്ടോ. അപ്പോൾ നമ്മുടെ വണ്ടി ഇതേ അവിടെയാണ് പാർക്ക് ചെയ്താക്കുന്നത്. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ അടുത്തേക്ക് പോകാം. ഇതൊക്കെ കണ്ടോ വിൻറ്റേജ് മോഡൽ വണ്ടികളാണ് ഇവിടെ കിടക്കുന്നത്. അപ്പം ഇത് കയറി വരുമ്പോൾ തന്നെ ഇതാണ് ഗേറ്റ്, ഇതിൽ കൂടെയാണ് കയറി വരുന്നത്. അപ്പോൾ ഇവിടെ കുറേ കാറുകളുടെ പേരെഴുതി വെച്ചിട്ടുണ്ട്. റോയ്സ്, ആൽഫ റോമിയോ, മെഴ്സിഡസ് ബെൻസ്, പോർഷെ, ഫെരാരി, ലംബോർഗിനി എന്ന് വേണ്ട എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ട്. അതിന് സത്യം തന്നെയാണ്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പഴയ മോഡൽ സ്ക്രാപ്പ് അല്ലെങ്കിൽ പുതിയ മോഡൽ ചെറിയ ചെറിയ കാറുകളൊക്കെ കിടക്കുന്നുണ്ട്, ചില കാറുകൾ. അപ്പം എല്ലാവരും ഉണ്ട് കേട്ടോ. അല്ല ഇവിടേക്ക് കയറി വന്നപ്പോഴേ മിലിറ്ററിയുടെ വണ്ടികളുണ്ടെന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ശരിയാട്ടോ, അത് മിലിറ്ററിയുടെ ടാങ്കർ ഉണ്ട് ഇതേക്ക്. ഓ എന്താ അല്ലേ, സത്യത്തിൽ ഈ ടാങ്കറൊന്നും നമ്മൾ അടുത്തൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഞാനിന്ന് വരെ കണ്ടിട്ടില്ല കേട്ടോ. നമ്മൾ വല്ല മ്യൂസിയത്തിലൊക്കെ വരുമ്പോഴല്ലെങ്കിൽ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെയും ഒരു ഹെലികോപ്റ്റർ കിടപ്പുണ്ട് കേട്ടോ. ചെറിയൊരു ഹെലികോപ്റ്റർ ഇവിടെ കിടക്കുന്നുണ്ട്. അതിൻ്റെ അടുത്ത് ഒത്തിരി കാറുകൾ അതിന് വേണ്ടി ഷെഡ് വരെ പണിത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് മിലിറ്ററിയുടെ ടാങ്കർ. അപ്പം ഇതൊക്കെ പുള്ളിക്ക് എവിടെ നിന്നാണോ കിട്ടുന്നത്, എന്താ പരിപാടി എന്നൊന്നും സത്യത്തിൽ പുള്ളി പെട്ടെന്ന് പോയി. പുള്ളിക്ക് ഇത്തിരി തിരക്കായിരുന്നു തോന്നുന്നു. ഞങ്ങൾക്ക് ഇൻട്രോ പറഞ്ഞു തന്നു പുള്ളി, എല്ലാ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. പക്ഷേ പുള്ളി പറഞ്ഞതെല്ലാം ഇതിന് മിസ്സായി. റിപ്പീറ്റ് അടിച്ച് കേൾക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിലും ഇതാണ് മിലിറ്ററിക്കാരുടെ ടാങ്കർ വണ്ടി കേട്ടോ. ഇതിൽ 8 ആളും പിന്നെ ഒരാളെ ഓപ്പറേറ്റ് ചെയ്യുന്ന ആൾക്കും കൂടി ഇരിക്കാം. ഇതിൽ നിന്നിട്ടാണ് പല യുദ്ധങ്ങൾക്കും വെടികുണ്ടകളും ചിന്നി പാറിപ്പോകുന്ന ഒരു ടാങ്കറാണ്, ടാങ്കറാണ് നമ്മൾ ഈ കാണുന്നത്. അപ്പം ഇതിൻ്റെ ഉള്ളിൽ കൂടെയാണ് വെടികുണ്ടകളെല്ലാം കിടന്നു വരുന്നതും അതിൻ്റെ ഉള്ളിൽ കൂടെയും. അതിൻ്റെ ഇടയ്ക്ക് ഇതിൻ്റെ ഉള്ളിൽ കുറേ സാധനങ്ങളുണ്ട് നോക്കാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട്. അപ്പം ഇതാണ് ഒരു ടാങ്കർ കേട്ടോ. ഇത് നമ്മുടെ സൗത്ത് ആഫ്രിക്കൻ മിലിറ്ററി യൂസ് ചെയ്തുകൊണ്ട് ആണോ എന്ന് നമുക്കറിയത്തില്ല. കാരണം അത് പറഞ്ഞു തരുന്ന ആൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോയി. പുള്ളിക്കാരൻ ഇത്തിരി തിരക്കായിരുന്നു, അതുകൊണ്ട് പുള്ളിക്കാരൻ കയറിപ്പോയി. അതേപോലെ തന്നെ ഇവിടെ ഒരു ചെറിയൊരു ഹെലികോപ്റ്റർ കിടപ്പുണ്ട് വൈറ്റ് കളറിലുള്ളത്. അപ്പം അങ്ങനെ കാര്യങ്ങൾ ഗൈസ്. ഇവിടെ മൊത്തം ഇനിയും ഇഷ്ടം പോലെ സ്ക്രാപ്പ് കാറുകളും വിൻറ്റേജ് കാറുകളും എല്ലാം പുള്ളി ഇവിടെ കൊണ്ടുവന്ന് സൂക്ഷിച്ചിട്ടിട്ടുണ്ട്. അപ്പം നമുക്ക് നമ്മുടെ കാഴ്ചകളിലൂടെ നമുക്കിനി അടുത്ത സ്ഥലം പിടിക്കാം. ഇവിടെ ഒരു ലംബോർഗിനി കിടക്കുന്നുണ്ടോ, ഇതുണ്ടോ, എന്താ അല്ലേ, ഇത് ഓടുന്ന വണ്ടി കേട്ടോ. ഓടുന്ന വണ്ടിയാണ് ലംബോർഗിനി. അതേപോലെ തന്നെ ഇവിടെ ഒരു ബൈക്കും കിടപ്പുണ്ട്. ഇതെല്ലാം ഓടുന്നതാണ്. അപ്പം ഈ ബൈക്ക് ഹാർലി ഡേവിഡ്സൻ്റെ ഒരു ബൈക്കാണ്. ഏത് സീരീസ് എന്നുള്ളത് എനിക്കറിയത്തില്ല. ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാകുമായിരിക്കും. നമ്മൾ ബൈക്കിനെ കുറിച്ച് അത്രയ്ക്ക് നമുക്ക് അറിയത്തില്ലാത്തതുകൊണ്ട് ആണ് കണ്ടു കഴിഞ്ഞാൽ അറിയാത്തത്. പക്ഷേ ഇവിടെ 2 സ്പീക്കറൊക്കെ ഉണ്ട്. ഇവിടെ ബാക്കിലിരിക്കുന്ന ആൾക്ക് നല്ല രീതിയിലിരിക്കാം. എന്ത് സെറ്റപ്പല്ലേ, അടിപൊളി സെറ്റപ്പിലാണിത്. പിന്നെ ഇവിടെ ഒരു വണ്ടി കിടക്കുന്നുണ്ട്, ബക്ക് എന്നാട്ടോ പേര്, ബക്ക്. അപ്പം ഇത് പണ്ടത്തെ ബ്രിട്ടീഷുകാർ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു വണ്ടിയില്ലേ, ആ ഒരു വണ്ടിയാണിത്. അപ്പം ഇതെല്ലാം ഹയറിനൊക്കെ ആയിട്ട് എടുക്കാനൊക്കെ ഇവിടെ നിന്ന് പറ്റുമെന്ന് തോന്നുന്നു. അതേപോലെയാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്താക്കുന്നത്. അപ്പോൾ കല്യാണോട്ടങ്ങൾക്കും അങ്ങനത്തെയൊക്കെ സംഭവങ്ങൾക്കൊക്കെ. അപ്പം ഇവിടെ വേറൊരു വണ്ടി അതേപോലെ തന്നെ ഒരു ബ്രിട്ടീഷുകാർ യൂസ് ചെയ്തുകൊണ്ടിരുന്ന മോഡൽ വണ്ടി ഇവിടെ കിടക്കുന്നുണ്ട്. ഇത് കണ്ടോ, എനിക്ക് ലംബോർഗിനി കണ്ടിട്ട് നല്ല ഇഷ്ടമായിട്ടോ. നല്ല അടിപൊളി ലംബോർഗിനി കാറ്. ഇത് കണ്ടോ, ഇതാണ് അതിൻ്റെ ഉള്ളിൽ. ഇതിൻ്റെ ഉള്ളിൽ കിടന്നു ഓടിക്കുന്ന ഒരു സെറ്റപ്പാട്ടോ. വണ്ടി പറന്നു പോകുന്ന മോഡൽ വണ്ടിയാണെന്നത് കാണുമ്പോൾ തന്നെ അറിയാം. അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ട് ഇവിടെ. പോവാം നമുക്ക്. പക്ഷെ ഇപ്പോൾ ഈ വെയിലത്ത് നിൽക്കുമ്പോൾ ഒരു ആശ്വാസമില്ലേ? വെയിലത്ത് നിൽക്കുമ്പോൾ ഒരു ആശ്വാസമുണ്ട്. അപ്പോൾ ഇവിടത്തേക്ക് നിങ്ങൾ കണ്ടോ, ഇത്രയും ഒരു ഏരിയ ഫുള്ള് പുള്ളിക്കാരൻ ഈ സ്ക്രാപ്പും ഈ കാറുകളും എന്ന് വേണ്ട ഈ പല സാധനങ്ങളും ഈ കൊണ്ടിട്ടിട്ട് ഇതൊരു മ്യൂസിയം
എന്നാണ് ഇതിൽ കിടക്കുന്നത്. പക്ഷേ ഇതൊരു മ്യൂസിയം എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പ്രൊഫഷണലി ഇതൊരു മ്യൂസിയം എന്ന് പറയാൻ പറ്റില്ല. ഇതിന് 100 റാൻഡും ഇത് ചുമ്മാ ഒരു കാണുന്നതിന് വേണ്ടി 100 റാൻഡും. ഇതിലെപ്പോഴും തിരക്കൊന്നും ഉണ്ടാകത്തില്ല. ഇത് അല്ലെങ്കിൽ വീക്കെൻഡിലും ഇതിനോടൊരു ഇൻട്രസ്റ്റ് ഉള്ളവർ മാത്രമേ ഇതിലേക്ക് കിടന്ന് വരത്തുള്ളൂ കേട്ടോ. നമ്മളപ്പം നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തായതുകൊണ്ടും ഒരു 10 മിനിറ്റ് ഉള്ളൂ നമ്മുടെ വീട്ടിൽ നിന്ന്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും പോകുമ്പം ഈ ഫ്ലൈറ്റ് കാണാറുണ്ട്, അവിടെ എഴുതി വെച്ചിട്ടുണ്ട് മ്യൂസിയം. അപ്പോൾ നമ്മളൊന്ന് പോയി വന്ന് കാണാം എന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. അപ്പോൾ ഈ വീഡിയോ ഒരു ചെറിയ വീഡിയോ ആയിരുന്നു, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം അടുത്ത നമ്മുടെ ക്യാമ്പിംഗ് എപ്പിസോഡൊക്കെ ആയിട്ട് നമ്മുടെ ചാനലിൽ വരുന്നുണ്ട്. ഇത് കുറച്ച് കാലത്തിന് ശേഷമാണ് നമ്മൾ ജോനാസ്ബർഗ് കഴിഞ്ഞിട്ട് വേറെ എവിടേക്കും പോയിട്ടുണ്ടായിരുന്നില്ല. കാരണം എന്താണ് ഈ മീനു, വിൻ്റർ, തണുപ്പ്, മഴ, പനി. എനിക്ക് പനി വന്നു, പിന്നെ വാമിക്കുട്ടിക്ക് പനി വന്നു, പിന്നെ മീനുവിന് പനി വന്നു. മീനുവിനാണ് ലാസ്റ്റ് പനി വന്നത്. അല്ലടി മീനു, നീ റിക്കവറി ആയോ? ആയിക്കൊണ്ടിരിക്കുന്നു അല്ലേ? അപ്പോൾ ആയിക്കൊണ്ടിരിക്കുന്നുള്ളൂ. അപ്പം അതുകൊണ്ട് ഞങ്ങൾ നേരെ അടുത്ത് തന്നെ എവിടെയെങ്കിലും പോയി കറങ്ങാമെന്ന് വിചാരിച്ചു. ക്യാമ്പിംഗ് ഒന്നും ഇപ്പോൾ ചെയ്യേണ്ടെന്ന് വിചാരിച്ചു. ഒന്ന് സിക്കൊക്കെ ഒന്ന് മാറട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. അതുകൊണ്ടാണ് നിങ്ങൾ നമ്മുടെ എപ്പിസോഡ് കണ്ടിന്യൂ ആയിട്ട് കാണാതിരുന്നത്, ഒരു 10 ദിവസം ഗ്യാപ്പ് എടുത്തത്. അപ്പം അതൊക്കെ എന്തെങ്കിലും ആകട്ടെ, ഇനി നമ്മൾ റെഗുലറായിട്ട് നമ്മുടെ വീഡിയോ വരുന്നതായിരിക്കും. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കും. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, എല്ലാ പരിപാടികളും ചെയ്തോ. ആഫ്രിക്കൻ മല്ലു ക്യാമ്പർ കേട്ടോ. അപ്പോൾ കിടിലൻ എപ്പിസോഡ് ഇനി നേരെ വരുന്നുണ്ട് നിങ്ങളിലേക്ക്. എക്സ്പ്ലോറിങ് നേച്ചർ വിത്ത് ആഫ്രിക്കൻ മല്ലു ക്യാമ്പർ.